ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ നട തുറന്നതു മുതൽ ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹമാണ് ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നത്. അതേസമയം ഇരുമേലി കാനനപാത വഴി തീർത്ഥാടനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഇന്നു മുതൽ ശബരിമലയിൽ ദർശനത്തിന് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്നും നിതിൻ പ്രഭാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുലർച്ചെ നട തുറന്നതു മുതൽ ശബരിമല സന്നിധാനത്തെ ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ നടപ്പന്തലിനും പുറത്തുമടക്കം ഭക്തരുടെ വലിയ തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ശക്തമായ മഴയായിരുന്നു സന്നിധാനത്തും പരിസരത്തുമെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷം, പ്രസന്നമായ കാലാവസ്ഥ. ഇതര സംസ്ഥാനത്ത് നടക്കം കൂടുതൽ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 18-ാം പടിക്ക് താഴെയുള്ള ആലിൻ ചുവട്ടിലാണ്. ഭക്തരുടെ ഒരു വലിയ തിരക്കാണ്. 18-ാം പടി കയറാനുള്ള ഭക്തരുടെ ഒരു വലിയ തിരക്കാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. നടപ്പന്തലിൽ, അതോടൊപ്പം തന്നെ വലിയ നടപ്പന്തലിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വലിയ നടപ്പന്തലിലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആയിരക്കണക്കിനായ ഭക്തർ പുലർച്ചെ നട തുറന്നത് മുതൽ ഇവിടേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നടപ്പന്തലിന് പുറത്തും 18-ാം പടിക്ക് താഴെയും മുകളിലും എല്ലാം തന്നെ ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കാനനപാത വഴി ഇന്ന് ദർശനത്തിന് എത്തുന്ന ഭക്തർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എരുമേലി വഴി തീർത്ഥാടനത്തിന് എത്തുന്ന ഭക്തർക്കാണ് ഇത്തരത്തിലുള്ള പ്രത്യേക സൗകര്യമുള്ളത്. ഇവർക്ക് വരി നിൽക്കാതെ ദർശനം നടത്താനുള്ള സൗകര്യമാണ് വനം വകുപ്പും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. മുക്കുഴിയിൽ നിന്നും ഇവർക്ക് വനം വകുപ്പ് പ്രത്യേക പാസ് നൽകും. ഈ പാസ് ലഭിക്കുന്ന തീർത്ഥാടകർക്ക്, എരുമേലി കാനനപാത വഴി എത്തുന്ന തീർത്ഥാടകർക്ക് കൂടുതൽ നേരം വരി നിൽക്കാതെ എളുപ്പത്തിൽ ദർശനം നടത്തി തിരികെ പോകാൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ പുൽമേട് വഴി തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് കൂടുതൽ നേരം വരി നിൽക്കാതെ പുൽമേട് വഴി തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് 18-ാം പടി ചവിട്ടി ദർശനം നടത്തി തിരികെ മടങ്ങാനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. എന്തായാലും മണ്ഡലവിളക്ക് അടുത്ത ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയാണ്. ഇതര സംസ്ഥാനത്ത് നടക്കം ഭക്തർ ഇവിടേക്ക് എത്തുന്നു. വരും ദിവസങ്ങളിലും കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തും. തിരക്ക് വർദ്ധിക്കും. ക്രമാതീതമായ ഭക്തർ ഇവിടേക്ക് എത്തുമ്പോഴും അവർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്താൻ 18-ാം പടി ചവിട്ടി അയ്യപ്പനെ കണ്ട് സായുജ്യമടങ്ങി തിരികെ മടങ്ങാനുള്ള ഒരുക്കങ്ങളെല്ലാം ദേവസ്വം ബോർഡ് ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട ക്രമീകരണങ്ങളുമായി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും സുഗമമായ ദർശനം ഭക്തർക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. മഴ മാറി നിൽക്കുന്ന പ്രസന്നമായ അന്തരീക്ഷത്തിൽ രാവിലെ നട തുറന്നത് മുതൽ ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹം, ശരണം വിളികളാൽ മുഖരിതമായ ശബരീശ സന്നിധിയിൽ ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹമാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.